നിങ്ങൾ ഈ ടൈപ്പ് ഡിഷ് വാഷിംഗ് സ്പോഞ്ചസ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടോളൂ കേട്ടോ. നല്ലൊരു അടിപൊളി സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നോൺ സ്ക്രാച്ച് സ്ക്രബ് ക്ലോത്ത്. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. ഡബിൾ ലെയറിൽ വയർ മോഡലുള്ള ഡിഷ് വാഷിംഗ് ക്ലോത്താണിത്. സ്പോഞ്ചും സ്റ്റീൽ സ്ക്രബറും ഒക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള എല്ലാ ഡിഫിക്കൽട്ടീസിനും ഇത് സോൾവ് ചെയ്യും കേട്ടോ. വഴുക്ക് കെട്ടലോ കറ പിടിക്കലോ വേസ്റ്റ് റെസിഡ്യൂസ് കുടുങ്ങിക്കിടക്കലോ കുറേ കഴിയുമ്പോൾ ബാഡ് സ്മെല്ല് വരലോ പാത്രം സ്ക്രാച്ച് ആകലോ സ്ക്രബ് ചെയ്താൽ പാത്രം ക്ലീൻ ആകാത്ത പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ ഇതിന്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെയും സ്പോഞ്ചിൻ്റെയും രണ്ടിൻ്റെയും ഫങ്ഷൻ ചെയ്യും കേട്ടോ. വിത്തൗട്ട് അതിൽ എനി പ്രോബ്ലംസ്. പിന്നെ കുറച്ച് സോപ്പ് ഓർ ലിക്വിഡ് ഇട്ടാൽ തന്നെ നന്നായി പതഞ്ഞ് ഒരുപാട് പാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും എത്ര ഒട്ടിപ്പിടിച്ച കറയാണെങ്കിലും നമുക്കിത് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇത് വെള്ളം കുടിച്ചെടുക്കുന്ന പ്രോബ്ലം ഒന്നുമില്ല, പെട്ടെന്ന് ഡ്രൈ ആകും. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വെക്കുക. കാരണം ഇത് ഒരു ക്ലോത്ത് ടൈപ്പ് സാധനം ആയതുകൊണ്ട് ഇതിൽ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള കറ ജസ്റ്റ് ഇതൊന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോഴാണ് കേട്ടോ. പിന്നെ ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലൊരു അടിപൊളി സാധനമാണ്. എല്ലാവരും വാങ്ങാൻ ട്രൈ ചെയ്യുക.